ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടങ്ങുന്ന 8-അംഗ സംഘമാണ് രാത്രി 12:30 പാലക്കാട്ടെ KPM ഹോട്ടലിലെത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. നൂറണിയിലെത്തിയ രാഹുലിനെ അന്വേഷണ സംഘം നിരീക്ഷിച്ചു. ഫ്ളാറ്റ് ഒഴിഞ്ഞതിന് പിന്നാലെ പാലക്കാട്ടെ KPM ഹോട്ടലിലായിരുന്നു രാഹുലിന്റെ താമസം. രാഹുലിന്റെ മുറിയുടെ സമീപത്തെ മുറിയിൽ താമസിച്ച് നിരീക്ഷിച്ചു. പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെ മടങ്ങിയ സമയത്ത് രാത്രി 12:30 അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനാടകീയമായാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആ നാടകീയതയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കടക്കാം, വിശദാംശങ്ങൾ ഒന്ന് കേൾക്കാം. സായ്കുമാർ ചേരുന്നു. സായ്കുമാർ, കൃത്യമായി നിരീക്ഷിക്കുന്നു, അവിടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നു, ചലനങ്ങൾ ഓരോന്നും നിരീക്ഷിക്കുന്നു. ആദ്യത്തെ 2 കേസുകളുമായി ബന്ധപ്പെട്ടും കറങ്ങാത്ത ഇടമില്ല അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനായി. പക്ഷേ കിട്ടിയില്ല. ഇത്തവണ അങ്ങനെയാവരുതെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കം, അത് ഏറ്റവും ഒടുക്കം അവരെത്തി 15 മിനിറ്റിനകം തൂക്കിയെടുത്ത് കൊണ്ടുപോയി അല്ലെ MLA? തീർച്ചയായും റോഷ്നി, ഇതിൽ പോലീസ് കാണിച്ചിട്ടുള്ള പഴുതടച്ച ജാഗ്രതയെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം ആദ്യ കേസ് മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് അതിജീവിത ആദ്യ പരാതിയുമായി എത്തിയപ്പോൾ നിന്ന നിൽപ്പിൽ മുങ്ങിയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അദ്ദേഹത്തിന്റെ പൊടി പോലും കേരള പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വീണ്ടും അത്തരമൊരു പരാതി വന്നു, പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ നീക്കം നടത്തുന്നു എന്നറിഞ്ഞാൽ അതേ ഇടത്തേക്ക് രാഹുൽ മറയും എന്ന് കൃത്യമായി കേരള പോലീസിനറിയാം. അന്വേഷണ സംഘത്തിൽ നിന്ന് പോലും വിവരങ്ങൾ ചോർന്നു എന്ന ഒരു വിമർശനം അന്ന് പോലീസ് കേട്ടതുമാണ്. അതുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേക അന്വേഷണ സംഘത്തിലെ പുകളിലടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞു നടത്തിയ ഒരു നീക്കം എന്ന് വേണം ഇതിനെ കാണാൻ. 3 ദിവസങ്ങൾക്ക് മുൻപാണ് ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഈ പരാതി എത്തുന്നത്. ആ പരാതി പരിശോധിച്ചു. പിന്നീട് അതിജീവിതയെ വീഡിയോ കോൺഫറൻസിംഗ് വഴി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം അന്വേഷണ സംഘം തുടങ്ങിയത്. ഇന്നലെ ഉച്ച മുതൽ ഈ അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. തൃശ്ശൂരിലെ ഒരു പരിപാടിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു. അതിനുശേഷം പാലക്കാടേക്ക് തിരിച്ചു വരുന്നു. നേരത്തെ രാഹുൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് കഴിഞ്ഞ തവണ പരാതി സമയത്ത് വിവാദങ്ങളും അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ ഉണ്ടായപ്പോൾ ആ ഫ്ളാറ്റ് ഒഴിയണമെന്ന് അതിലെ ഉടമകളും റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളൊക്കെ ആവശ്യപ്പെട്ടത് പ്രകാരം MLA ഹോസ്റ്റലിൽ തന്നെയായിരുന്നു രാഹുൽ താമസിച്ചിരുന്നത്. അവിടെ ചില റിനോവേഷൻ വർക്ക് നടക്കുന്നതിനാൽ KPM ഹോട്ടലിൽ മുറിയെടുക്കുന്നു. ഈ KPM ഹോട്ടലും നേരത്തെ നമ്മൾ വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ്. നേരത്തെ തിരഞ്ഞെടുപ്പ് സമയത്ത് നീലപ്പെട്ടി വിവാദമടക്കമുള്ള നാടകീയ രംഗങ്ങൾ നടന്ന അതേ KPM ഹോട്ടലിലാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുറിയെടുക്കുന്നത്. 2002 എന്ന റൂമിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചത്. അപ്പോൾ ഇന്നലെ ഉച്ച മുതൽ പോലീസ് സംഘം രാഹുലിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അവർ പിന്തുടരുന്നത്, ഫോളോ ചെയ്യുന്നത് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിലിനോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കോ ഒന്നും മനസ്സിലാക്കാനും കഴിയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുറിയുടെ തൊട്ടടുത്ത് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ മുറിയെടുക്കുന്നു. അതിനുശേഷം തൃശ്ശൂരിലെ പരിപാടി കഴിഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കൊപ്പം മുറിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പുറത്തു പോകുന്നത് വരെ ആ പോലീസ് സംഘം ജാഗ്രതയോടുകൂടി തന്നെ നടപടികൾ എടുക്കാതെ വെറുതെ ഇരിക്കുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ആ പോലീസ് സംഘം ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കൂടി പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഈ KPM ഹോട്ടലിലേക്ക് എത്തുന്നു. വളരെ വേഗത്തിൽ ഈ 2002 മുറിയിലേക്ക് കടന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിലെടുക്കുകയാണ്. തുടക്കത്തിൽ ഈ യുവതിയെ തനിക്കറിയില്ല എന്നുള്ള ഒരു നിലപാട് കാണിക്കുമ്പോൾ അവർ അയച്ചിട്ടുള്ള സന്ദേശങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് അയച്ചിട്ടുള്ള സന്ദേശങ്ങൾ, ആ ഡിജിറ്റൽ തെളിവുകൾ കാണിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ പിന്നീട് മറ്റു വഴികളുണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം 12:30 വളരെ വേഗത്തിൽ രാഹുലുമായി സംഘം പോവുകയാണ്. ഈ ഹോട്ടലിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഹോട്ടൽ ജീവനക്കാരോടടക്കം കർശനമായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും കസ്റ്റഡിയിലെടുത്ത വിവരം പുറത്തേക്ക് പോകരുത്, ഒരു സൂചന പോലും പോകരുത്. അവരുടെ അടക്കം ഫോണുകൾ പോലീസ് വാങ്ങിവെച്ചിരുന്നു. നിലവിൽ ഈ 2002 എന്ന മുറി പോലീസിന്റെ തന്നെ നിയന്ത്രണത്തിലാണ്. അതിന്റെ കീ പോലീസ് വാങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ ഇനിയും തുടർ പരിശോധനകൾ നടത്തേണ്ടി വരും, തെളിവുകൾ ശേഖരിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് തെളിവുകൾ നശിക്കപ്പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രത എന്നോണം ആ മുറിയുടെ കീ കൂടി പൂട്ടി സീൽ ചെയ്തുകൊണ്ടാണ്, അത് ഇപ്പോൾ പോലീസിന്റെ നിയന്ത്രണത്തിലാണ് ആ മുറിയുള്ളത്. ആ മുറി പൂട്ടിയാണ് പോലീസ് സംഘം അവിടെ നിന്ന് മടങ്ങുന്നത്. അപ്പോഴൊന്നും ഈ വിവരം, രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിലെടുത്ത വിവരം ഒന്നും പുറത്തായിട്ടില്ല. ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് ആ വിവരം പുറം ലോകം അറിയുന്നത്, മാധ്യമങ്ങൾ അറിയുന്നത്. ആ സമയത്തേക്ക് തൃശ്ശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചിരുന്നു രാഹുലുമായി അന്വേഷണ സംഘം എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക്. ഇവിടങ്ങളിലൊന്നും ആർക്കും ഒരു സൂചന പോലും കിട്ടാത്ത രീതിയിലുള്ള ഒരു വെൽ പ്ലാൻഡ് ഓപ്പറേഷനാണ് പോലീസ് സംഘം നടത്തിയത്. അതാണ് ഇന്നലെ നമ്മൾ കണ്ടതും. റോഷ്നി, സായ്കുമാറാണ് അത് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിച്ചത്.